നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളിവഞ്ചി സമരം സംഘടിപ്പിച്ചു. പത്ത് 12 ക്ലാസുകളിലെ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും ശനിയാഴ്ച ആദരിക്കും. ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ അവലോകന യോഗത്തിനായി മുൻകൂട്ടി ബുക്ക് ചെയ്ത ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹാൾ പ്രസിഡന്റ് വിട്ടുകൊടുത്തില്ലെന്ന് ആക്ഷേപം. സീറോ മലബാർ സഭ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിന് മുന്നിൽ പ്രതിഷേധത്തിന് കാരണമുണ്ടാക്കിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മെത്രാപ്പോലീത്ത വികാരി മാർ ജോസഫ് പാംപ്ലാനിയും സ്വയം രാജിവെച്ച് വിശ്വാസി സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ആത്മായ ശബ്ദം വക്താക്കൾ. ഹൃദയാഘാതത്തെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന VK ശശിധരന്റെ കുറിപ്പ്. തുടർ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അമേരിക്കയിലേക്ക്. അങ്കമാലി ഇൻകൽ ടവറിൽ ഇരുചക്രവാഹനം തെന്നിമറിഞ്ഞു വീണ് പരിക്കേറ്റ ആൾ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് പരാതി. വാർത്തകൾ വിശദമായി. ദേശീയപാത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളിവഞ്ചി സമരം സംഘടിപ്പിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. പാർട്ടി നേതാക്കളായ അഡ്വക്കേറ്റ് PA മാത്യു, KO വർഗീസ്, പോളി റാഫേൽ, VJ ജോജി, മേജോ ജോർജ്, പോൾ ടി കുര്യൻ, നിക്സൺ പെടുത്താസ്, ജോസഫ് കോലോത്ത്, ജൂഡി കെയ്ലോ, സെബാസ്റ്റ്യൻ കണ്ണംകുളത്തി, ജിൻസ് ചാമോളപ്പിൽ, ജോയ് പുത്തൻപുരയിൽ, TD എലിസബത്ത് എന്നിവർ സംസാരിച്ചു. നടക്കുമ്പോൾ ഒരു ഇത്ര തിരക്കേറിയ റോഡിൽ ഒരു ബദൽ സംവിധാനമില്ലാതെ ഇത്തരം പണികൾ നടത്തുമ്പോൾ യാത്രക്കാർക്കും അതുപോലെ പൊതുജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നമുക്കറിയാം, ഇന്നലെ ഇവിടെ ഈ പരിസരത്ത് NH ഹൈവേയിൽ ഒരു കാറ് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയുണ്ടായി. അത്രയും ഒരു ആധുനികമായിട്ട് നടത്തുന്ന ഈ പണി ഒരു സംവിധാനവുമില്ലാതെ മറ്റ് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമല്ലാതെ തീർത്തിരിക്കുകയാണ് ഈ നാഷണൽ ഹൈവേ. രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെയുള്ള രൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്കും ഇത് ഇന്ന് ചാലക്കുടിയിൽ മാത്രമല്ല, ഇന്ന് മുരിങ്ങൂരും അതോടൊപ്പം തന്നെ കൊരട്ടിയിലും ചെറങ്കരയിലും എല്ലാം രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷമില്ലാത്തൊരു സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു സമരം നടക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഈ മുരിങ്ങൂരത്തെ ഈ വെള്ളക്കെട്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ട് പരിഹരിക്കാനായിട്ട് ദേശീയപാത അധികൃതർ ശ്രമിക്കുന്നില്ലെന്ന് മാത്രമല്ല, ബന്ധപ്പെട്ട ജനപ്രതിനിധികളും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ലെന്നുള്ള വിഷമം നമ്മൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ യാതൊരുവിധ മുൻകരുതലില്ലാതെ ഇവിടെ അടിപ്പാതയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രമായ രീതിയിൽ വാഹനങ്ങൾ
കടന്നു പോകാൻ പറ്റാത്ത വിധത്തിലുള്ള രൂക്ഷമായിട്ടുള്ള ഗതാഗതക്കുരുക്ക് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടിപ്പാതയിൽ ഒരു ബസ്സിന് വരെ കടന്നു പോകാൻ സാധിക്കാത്ത രീതിയിൽ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇതാദ്യമായി രൂപപ്പെടുന്ന ഒരു സംഭവമല്ല. പല കാലഘട്ടങ്ങളിലായിട്ട് പല വർഷങ്ങളിലായിട്ട് നമ്മൾ നിരന്തരമായി NH അധികൃതരെ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും അത് സങ്കടകരമായൊരു കാര്യമാണ്. NHയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെയും ഈ പ്രധാന പത്ത് 12 ക്ലാസുകളിലെ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും ശനിയാഴ്ച ആദരിക്കുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ രാവിലെ 9-ന് ആരംഭിക്കുന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ബെന്നി ബെഹനാൻ MP, തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, തൃശൂർ റേഞ്ച് DIG H ഹരിശങ്കർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ചാലക്കുടി നിയോജകമണ്ഡലത്തോളം കഴിഞ്ഞ അക്കാദമിക് വർഷത്തിൽ നേടാനായിട്ട് സാധിച്ചത് ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച +2 വിദ്യാലയമായിട്ട് ചാലക്കുടി മണ്ഡലത്തിലെ കുട്ടിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ ഉന്നത വിജയം 1100ഓളം കുട്ടികൾക്ക് SSLCക്കും +2നും ഫുൾ A+ നേടാനായിട്ട് സാധിച്ചു. അതുപോലെ CBSE റിസൾട്ടിലും ഒരു വലിയ വിജയമാണ് ചാലക്കുടി മണ്ഡലത്തിലെ കുട്ടികൾക്ക് നേടാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ കുട്ടികളെ എല്ലാവരെയും ഒരുമിച്ച് ആദരിക്കുന്ന ചടങ്ങാണ് നാളെ സേക്രഡ് ഹാർട്ട് കോളേജിൽ വെച്ചിട്ട് നടത്തുന്നത്. ആ ചടങ്ങിലേക്ക് എല്ലാവരെയും ഹാർദമായിട്ട് ക്ഷണിക്കുകയാണ്. ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിൽ ഇടപെട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ അവരുടെ കരിയർ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പരിശീലനങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ കൊടുത്തിരുന്നു. കഴിഞ്ഞ വർഷം 40 ലക്ഷം രൂപയോളമാണ് നമ്മുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഹ്യൂമാനിറ്റി എക്സലൻസ് സ്കോളർഷിപ്പിൻ്റെ പേര് നമ്മൾ വിതരണം ചെയ്തത്. അതുപോലെ CUT എക്സാമിനേഷൻ പോലെയുള്ള നിരവധി എക്സാമിനേഷനുകൾ CAT അതുപോലെ ഉള്ള നിരവധി എക്സാമിനേഷനുകൾക്ക് വേണ്ട സൗജന്യമായ പരിശീലന ക്ലാസുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ അവലോകന യോഗത്തിനായി മുൻകൂട്ടി ബുക്ക് ചെയ്ത ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹാൾ പ്രസിഡന്റ് വിട്ടുകൊടുത്തില്ലെന്ന് ആക്ഷേപം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹാൾ തുടർന്ന് യോഗം പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിലേക്ക് മാറ്റി. ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താനായി മാള, മതിലകം, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, കരാറുകാർ എന്നിവരുടെ യോഗമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തടസ്സത്തെ തുടർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത്. യോഗത്തിനായി ഹാൾ നേരത്തെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറെ രേഖാമൂലം അറിയിച്ചതായി പറയുന്നു. ഇത് പ്രകാരം വ്യാഴാഴ്ച 400ഓളം പേർ യോഗത്തിൽ പങ്കെടുക്കാനായി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിൽ എത്തി. എന്നാൽ ഇക്കാര്യം താൻ അറിഞ്ഞിട്ടില്ലെന്നും യോഗം നടത്താൻ അനുവദിക്കില്ലെന്നുമുള്ള നിലപാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിച്ചെന്നാണ് ആരോപണം ഉയരുന്നത്. ഹാൾ അനുവദിക്കാൻ പ്രസിഡന്റിന്റെ അനുമതി ആവശ്യമില്ലെന്നിരിക്കെ മറ്റ് മീറ്റിംഗുകൾ ഇല്ലാതിരുന്നിട്ടും ഹാൾ നിഷേധിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PK ഡേവിസ്, ജനീഷ് P ജോസ്, സുഗത ശശിധരൻ എന്നിവർ പ്രതിഷേധിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഇടപെട്ട് പിന്നീട് യോഗം റെസ്റ്റ് ഹൌസിലേക്ക് മാറ്റുകയും ചെയ്തു. ചാലക്കുടി സൗത്ത് റോട്ടറി ക്ലബ് 2025-26 വർഷം ഹാർമണി എന്ന പേരിലുള്ള 50ഓളം സേവന പദ്ധതികൾ നടപ്പാക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. 15ഓളം വീടുകൾ നിർമ്മിക്കുകയും 50ഓളം വീടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യും. വിദ്യാലയങ്ങൾ, അക്കാദമിക് സപ്പോർട്ട്, ചാലക്കുടിയിൽ 30ഓളം ബോട്ടിൽ ബൂത്തുകൾ, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും 1000 ഡയാലിസിസ് കിറ്റുകളടക്കമുള്ള മെഡിക്കൽ സേവനവും, അനാഥർക്ക് സംരക്ഷണം, ജൈവ പച്ചക്കറി കൃഷി, വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ, യുവതലമുറയ്ക്ക് ബോധവൽക്കരണം, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് സംരക്ഷണം എന്നിവ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കും. ഹാർമണി സേവന പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും 6-ന് ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് സൗത്ത് റോട്ടറി ഹാളിൽ മുൻ ജില്ലാ റോട്ടറി ഗവർണർ വിജയകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് KA സജീവൻ, സെക്രട്ടറി MN ഷൈജു, ജോജു പതിയാപ്പറമ്പിൽ, മുൻ പ്രസിഡന്റുമാരായ ആന്റു മേലേടൻ, VS സന്ദീപ് എന്നിവർ അറിയിച്ചു. നമ്മൾ എല്ലാ വർഷവും
നമ്മളുടെ റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് മുമ്പ് ഒരു പ്രസ് ക്ലബ് മീറ്റ് നടത്താറുണ്ട്. നമ്മുടെ റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ റോട്ടറി ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1 ജൂലൈ 1 മുതൽ ജൂൺ 30 വരെ, അതാണ് ഒരു റോട്ടറി ഇയർ. ഈ വർഷത്തെ 25-26 റോട്ടറി ഇയറിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഞങ്ങളുടെ ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് റോട്ടറിയൻ സജീവ് KA. അദ്ദേഹമായിരിക്കും ഈ വർഷത്തെ നമ്മുടെ ക്ലബിൻ്റെ പ്രസിഡന്റ്. അതുപോലെ തന്നെ സെക്രട്ടറി റോട്ടറിയൻ ഷൈജു M. അദ്ദേഹവും ഞങ്ങളുടെ ഈ പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റാളേഷൻ ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് ജൂലൈ 6 ഞായറാഴ്ച ഞങ്ങളുടെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ സാർ ആയിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകിട്ട് 7 മണിക്കാണ് ഈ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ റോട്ടറി ഹാളിൽ. അതുകൂടാതെ തന്നെ ഞങ്ങൾ, എൻ്റെ പേര് ആൻഡ്രു നരകൻ, ഞാൻ പാസ്റ്റ് 24-25 പ്രസിഡൻ്റായിരുന്നു. എൻ്റെ ടൈം തീരുന്നു കഴിഞ്ഞു ജൂൺ 30 കൂടി. അതുകൂടാതെയുള്ള റോട്ടറി ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ് ആയിട്ടുള്ള ഇദ്ദേഹം ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് ഡയറക്ടറാണ്. ഇനി നമ്മുടെ ഈ വർഷത്തെ പ്രൊജക്റ്റുകളാണ്. നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 25-26 വർഷത്തെ ജൂലൈ 1 ആരംഭിക്കുന്ന റോട്ടറി വർഷത്തിൽ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ വെച്ച് ബിഷപ്പ് മാർ പോളി കണ്ണുകടം പിതാവിന്റെ അനുഗ്രഹത്തിൽ ആശീർവാദത്തോടുകൂടി രക്തദാനം നൽകി ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. ഈ വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സേവന പ്രവർത്തനങ്ങളെ ഹാർമണി ഋതുക്കളായി തരംതിരിച്ചിരിക്കുന്നു. ഹോം ഫോർ ഹോംലെസ് ആണ്. സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ട് 15ഓളം വീടുകൾ നിർമ്മിക്കാനും 50ഓളം വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനും ഗവൺമെന്റുമായി സഹകരിച്ച് ഹൗസിംഗ് പ്രൊജക്ടുകളെ സപ്പോർട്ട് ചെയ്യാനും തീരുമാനിച്ചു. സീറോ മലബാർ സഭ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിന് മുന്നിൽ പ്രതിഷേധത്തിന് കാരണമുണ്ടാക്കിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മെത്രാപ്പൊലീത്ത വികാരി മാർ ജോസഫ് പാംപ്ലാനിയും സ്വയം രാജിവെച്ച് വിശ്വാസി സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ആത്മീയ ശബ്ദം വക്താക്കൾ ആവശ്യപ്പെട്ടു. മാർപ്പാപ്പയുടെ കൽപ്പനകളെ പരസ്യമായി ലംഘിക്കുകയും സഭാപ്രബോധനങ്ങളുടെ നഗ്നമായ ലംഘനവും നടത്തിയവർ എത്രയും വേഗം അവരുടെ സ്ഥാനമാനങ്ങൾ സ്വയം രാജിവെച്ച് സീറോ മലബാർ സഭയെയും മേജർ അതിരൂപതയെയും രക്ഷിക്കാൻ തയ്യാറാകണമെന്ന് ആത്മീയ ശബ്ദം പ്രസിഡന്റ് ബിജു പോൾ നെറ്റിക്കാടൻ, വക്താവ് ഷൈദി പാപ്പച്ചൻ എന്നിവർ ആവശ്യപ്പെട്ടു. സഭയുടെ ഔദ്യോഗിക സിനഡ് കുർബാന, മേജർ അതിരൂപതയിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഫൊറോന, ഇടവക പള്ളികൾ, കോൺവെന്റുകൾ, ചാപ്പലുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വിശ്വാസികൾ പങ്കെടുക്കത്തക്ക വിധം ഷെഡ്യൂൾഡ് കുർബാനയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും വക്താക്കൾ ആവശ്യപ്പെട്ടു. എല്ലാ ഇടദിവസങ്ങളിലും വിശ്വാസികൾക്ക് ഏകീകൃത കുർബാന ലഭിക്കാനുള്ള സൗകര്യം ലഭ്യമാക്കണമെന്ന് സഭാ നേതൃത്വത്തിന് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. അസമയത്തുള്ള സിനഡ് കുർബാന ഒരു കാരണവശാലും സ്വീകാര്യമല്ല. ഷെഡ്യൂൾഡ് മാസിൽ ഉൾപ്പെടുത്തി സിനഡ് കുർബാന അർപ്പിക്കാതെ പോരുന്ന വികാരിമാർക്കെതിരെ നടപടിയെടുക്കാൻ സഭാ നേതൃത്വം തയ്യാറാകണം. മാർപ്പാപ്പയോടും സഭയോടും നിലയുറപ്പിച്ചു പോകുന്ന വൈദികർക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഇനിയെങ്കിലും സഭാ നേതൃത്വം തയ്യാറാകണമെന്നും ആത്മീയ ശബ്ദം ആവശ്യപ്പെട്ടു. നമ്മുടെ കാവൽപ്പുറം എന്ന് പറയുന്നത് തെമ്മാടിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. കാരണം ഈ തെമ്മാടിയാണ് ഈ സർക്കുലറുകൾ തയ്യാറാക്കുന്നതും പിതാവിനെ കൈലാക്കിയത് വെച്ചോണ്ട്, ബാബുവിന്റെ അറിയപ്പെടുന്ന വേറെ കാര്യം, കൈലാക്കിയത് വെച്ചോണ്ട് ഈ സർക്കുലർ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കാവൽപ്പുറം ഒരു കാര്യം മനസ്സിലാക്കിക്കോ, തന്നെ ബിഷപ്പാകാനുള്ള പരിപാടി നമ്മൾ നടപ്പിലാകാൻ പോകുന്നില്ല. നമുക്കറിയാം, കുതന്ത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാൺ രൂപതയിൽ പുതിയ ബിഷപ്പിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കാവൽപ്പുറം നോട്ടീസ് കൊടുക്കുന്ന പിതാക്കന്മാർക്ക് എന്നെ ബിഷപ്പാക്കൂ, ഒന്നുകിൽ ഞാൻ കൂടിയ ബിഷപ്പാകാം, അല്ലെങ്കിൽ ഞാൻ കല്യാൺ ബിഷപ്പാകാം. ഒരു കാരണവശാൽ ഈ തെമ്മാടി കൂട്ടനെ ബിഷപ്പാക്കി കഴിഞ്ഞാൽ ഇത് നടക്കത്തില്ല. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ പിതാക്കന്മാരായിരിക്കുന്ന ആൾക്കാർക്കൊന്നും തന്നെ ഒരു ഫലപ്രസാദം ഒന്നുമില്ല. ഉമ്മാരെ വാഴപ്പെട്ടിയതാ. നമുക്ക് വേണ്ടിയുള്ള കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് കാണുമ്പോൾ പറയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുന്നുണ്ട്. അകത്ത് ചെല്ലുമ്പോൾ ഷെഡ് ചെല്ലുമ്പം പാമ്പ്രാണി എഴുന്നേറ്റുണ്ടെങ്കിൽ ഒന്നാകാരം എടുത്ത് എന്തുകൊണ്ടാണ് ഇവരല്ലേ കുർബാനക്രമം കൊടുക്കുന്നത്? അതും ഘട്ടങ്ങളില്ലെങ്കിൽ പിതാക്കന്മാരുടെ കാര്യം മനസ്സിലാക്കണം. 12ാം ക്ലാസ് കഴിഞ്ഞ എല്ലാ പിള്ളേർക്കും വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പിതാക്കന്മാരെ മനസ്സിലാക്കണം. കുട്ടികൾ വേദപാഠത്തിന് പോകുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല. പ്രത്യേകിച്ച് കോട്ടയം, ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിലൊക്കെ അല്ലേ, ഇവിടുത്തെ പല ഡിസ്ട്രിക്റ്റുകൾ പിള്ളേർ മുഴുവൻ കാനഡ പോവാ, കേരളത്തിൽ വർക്കെടുക്കാൻ വേണ്ടി. ഓർത്തോളങ്ങൾ ഇവിടെ നമ്മുടെ രൂപതയിൽ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി നിരവധി തലങ്ങളിൽ ചർച്ചകൾ നടത്തുകയും അതിൽ ഏറെക്കുറെ, പൂർണ്ണമായിട്ടല്ല, ഏറെക്കുറെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഒരു സമവായ ഫോർമുല
നമ്മുടെ സഭയുടെ തലവനായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയായിട്ടുള്ള മാർ ജോസഫ് പാംലാനി പിതാവും കൂടി ഉണ്ടാക്കി വിശ്വാസികളുടെ ഇടയിലേക്ക് അത് പ്രചരിപ്പിക്കുകയുണ്ടായി. അതിൽ പൂർണ്ണമായിട്ട് നമ്മൾ യോജിക്കുന്നില്ല. കുറേ കൂട്ടിച്ചേർക്കലുകൾ വളരെ അത്യാവശ്യമായിട്ട് ഉള്ളതായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഒന്ന്, സഭയുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഇന്നിപ്പോൾ നമ്മുടെ സഭയുടെ മാർഗദർശിയായിട്ടുള്ള മാർ തോമാസ് ലീഗായുടെ ഓർമ്മ ദിനമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ 2 കുർബാനക്രമമാണ് നമ്മുടെ ഈ പള്ളിയിലുണ്ടായിരുന്നത്. വിവിധ പള്ളിയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ അത് വിശ്വാസികൾക്ക് ഉതകുന്ന രീതിയിൽ വന്നു പോകാനും ഉള്ള സമയക്രമം പോലെ ഈ ഞായറാഴ്ചകളിലൊക്കെ നടക്കുന്ന കുർബാന രാവിലെ നടക്കുന്ന 2 കുർബാനകളിൽ ഒന്ന് വിശ്വാസികൾക്ക് വരാനും പോകാനും ഒക്കെ ഉള്ള സൗകര്യാർത്ഥം ഒരു കുർബാന സിനഡ് കുർബാനയായിരിക്കണം എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതൊക്കെ ഈ പറയുന്ന സർക്കുലർ കൂട്ടിച്ചേർക്കേണ്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ നമ്മുടെ പിതാക്കന്മാർ 6ാമത്തെ ഖണ്ഡികയിൽ, ഈ പുതിയ സർക്കുലർ 6ാമത്തെ ഖണ്ഡികയിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, പിതാക്കന്മാരും മറ്റുള്ള മേജർ ആർച്ച് ബിഷപ്പും പിതാക്കന്മാരും വരുമ്പോൾ ഏകീകൃത വിശുദ്ധ കുർബാന, അതായത് സിനഡ് കുർബാന അർപ്പിക്കാനുള്ള അവസരം പള്ളികളിൽ ഒരുക്കണമെന്നാണ്. അത് നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ഈ പറയുന്ന മറ്റ് രൂപതകളിൽ നിന്നോ അല്ലെങ്കിൽ ഈ രൂപതയിൽ തന്നെ മറ്റു പല വൈദികരും ഈ വിശ്വാസികളുടെ ആവശ്യങ്ങളുമായിട്ട് ഓരോ ഇടവക ജനത്തിൻ്റെ ആവശ്യങ്ങളായിട്ട് കല്യാണങ്ങളോ ഭരണാനന്തര ചടങ്ങുകളോ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അവിടെയും ഈ സിനഡ് തീരുമാനപ്രകാരമുള്ള കുർബാന അർപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കുവാൻ ഓരോ പള്ളികളിലെ വൈദികരും വികാരിമാരും അതിന് സന്നദ്ധമായിരിക്കണം എന്ന് തന്നെയാണ് വിശ്വാസികളെ സംബന്ധിച്ചുള്ള അഭിപ്രായം. നമുക്കൊരു നല്ല ശൈലിയിൽ കൊണ്ടും പൂർണ്ണമായിട്ടും സഭയുടെ തീരുമാനപ്രകാരമുള്ള കുർബാനയിലേക്ക് നമ്മൾ എത്തുന്നു. ഇതെല്ലാം പോസിറ്റീവാണ്. സത്യം തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മളെല്ലാവരും വിശ്വാസികളെല്ലാവരും ഒറ്റക്കെട്ടാണ്. നിരവധി സഭാനുകൂല സംഘടനകൾ ഇതിനു വേണ്ടി സമരമുഖത്തുണ്ട്, ഇന്നും ഉണ്ടായിരുന്നു. ആ സമരമുഖത്തിൽ നിന്ന സംഘടനകളുടെയൊക്കെ ഒരു പരിധിവരെ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായിട്ടൊരു വിജയമായിട്ട് ഇതിനെ കാണാം. അത് നല്ല രീതിയിൽ വരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. ഇതിനെ ഞങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ചില്ലെങ്കിലും ഭാഗികമായിട്ട് അംഗീകരിക്കുകയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന VK ശശിധരന്റെ കുറിപ്പ്. VS സ്വയം ശ്വസിക്കാൻ തുടങ്ങിയെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി ശശിധരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ 23-ാം തീയതിയാണ് VSനെ തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്നു മുതൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് VS കഴിയുന്നത്. ഒരു കാലഘട്ടം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക മനുഷ്യൻ ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് VK ശശിധരന്റെ കുറിപ്പിൽ പറയും. തുടർ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അമേരിക്കയിലേക്ക്. ശനിയാഴ്ച പുലർച്ചെ മുഖ്യമന്ത്രി യാത്ര തിരിക്കും. ദുബായ് വഴിയാണ് യാത്ര. ഒരാഴ്ചയിലേറെ മുഖ്യമന്ത്രി അമേരിക്കയിൽ തങ്ങുമെന്നാണ് വിവരം. നേരത്തെ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ മുഖ്യമന്ത്രി ചികിത്സ തേടിയിരുന്നു. അതിന്റെ തുടർ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. നേരത്തെ യാത്ര നിശ്ചയിച്ചിരുന്നുവെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം കാരണം നീട്ടിവെക്കുകയായിരുന്നു. അങ്കമാലി ഇൻകൽ ടവറിൽ ഇരുചക്രവാഹനം തെന്നിമറിഞ്ഞു വീണ് പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് പരാതി. അങ്കമാലി സ്വദേശി മാർട്ടിൻ ഡേവിസ് ആണ് മകളെ ഇൻകൽ ടവറിലുള്ള സ്ഥാപനത്തിലേക്ക് ആക്കുന്നതിനായി രാവിലെ എത്തിയപ്പോൾ സ്കൂട്ടർ തെന്നിമറിഞ്ഞു വീണത്. 1-ാം ടവറിന്റെ മുൻഭാഗത്ത് മഴവെള്ളം കെട്ടിക്കിടന്ന് തെന്നൽ അനുഭവപ്പെട്ടിരുന്നു. ഇവിടെയാണ് മാർട്ടിനും മകളും വീണത്. മകൾക്ക് കാര്യമായ പരിക്കുകളില്ല. കാലിന് ഗുരുതരമായി പരിക്കേറ്റ മാർട്ടിനെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സൗകര്യമൊരുക്കിയില്ലെന്നും പരാതിയുണ്ട്. ആശുപത്രിയിൽ പോകാൻ സൗകര്യമില്ലാതെ 1 മണിക്കൂറോളം 1-ാം ടവറിന്റെ കവാടത്തിന് മുമ്പിൽ മാർട്ടിൻ ഈർപ്പുറപ്പിച്ചു. തെന്നി വീണതിനെ തുടർന്ന് സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. മാർട്ടിൻ വിളിച്ചറിയിച്ചതനുസരിച്ച് അങ്കമാലി പോലീസ് എത്തി ആംബുലൻസ് എത്തിച്ചാണ് പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഫസ്റ്റ് എയ്ഡ് നൽകാനുള്ള സൗകര്യമോ വാഹനം അറേഞ്ച് ചെയ്യാനോ ടവറുമായി ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് മാർട്ടിൻ പറഞ്ഞു. ഞാനിന്ന് രാവിലെ എൻ്റെ മകളെ ഇവിടെ ITS പഠിക്കേണ്ട കൊണ്ടുവന്നാക്കാൻ വേണ്ടി വന്നതാണ്. വന്നപ്പോൾ അവിടെ ഈ ഇതിലൊക്കെ വണ്ടികൾ എന്നോട് ആ വഴിക്കെടുത്തു. എടുത്ത് കഴിയുമ്പോൾ അവിടെ ചെളി നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവിടെ വണ്ടി സ്കിഡ് ചെയ്ത് വീണു. ഞാനും മകളും വീണു. മകൾക്ക് കാര്യമായി പരിക്ക് പറ്റില്ല. എൻ്റെ കാലുമ്മയ്ക്കാണ് വണ്ടി വീണത്. അപ്പോൾ തന്നെ ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ഇതിൻ്റെ അധികൃതരാരെന്ന് വിളിച്ച് സംസാരിക്കാൻ വന്നു. അതിൻ്റെ മാനേജർ വന്നു. ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഫസ്റ്റ് എയ്ഡ് തരാനുള്ള ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു.
അപ്പോൾ പുള്ളി പറഞ്ഞ് എറണാകുളത്തേക്ക് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളത്ത് വിളിക്കാനല്ല, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് ഫസ്റ്റ് എയ്ഡ് തരണം, സംവിധാനം ചെയ്യാൻ പറഞ്ഞു. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ നിലയ്ക്ക് എന്താണെന്ന് ചെയ്തോ, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞ് പുള്ളി അകത്തേക്ക് കയറിപ്പോയി. ഇതാണ് ഉണ്ടായത്. അവിടെ ഞാൻ വീണതിൻ്റെ പുറകെ എന്നെ പിടിച്ച് എത്തിക്കാൻ വന്ന ഇവിടുത്തെ ജീവനക്കാരികൾ 2 പേരും വീണു. കഴിഞ്ഞ ദിവസം ഇവിടെ പഠിക്കുന്ന വേറെ കുട്ടികൾ വീണു, എൻ്റെ മകളടക്കം വീണു. ഇതൊരു സ്ഥിരം സംവിധാനമാണ്. അപ്പോൾ മാനേജർ പറഞ്ഞാൽ അത് പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്, പക്ഷേ പാർക്കിംഗ് ഏരിയ അല്ല, അത് വഴിയിലാണ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പാർക്കിംഗാന്ന് പറഞ്ഞിട്ട് മല്ലികപ്പൂരിൻ്റെ പാർക്കിങ്ങിൻ്റെ ഇപ്പുറത്താണ് അവിടെ മഞ്ഞ ലൈനും കറുത്ത ലൈനും ഇട്ടുണ്ട്. അതാണ് സംഭവം. ഇപ്പോൾ നിലവിലൊരു ഫസ്റ്റ് എയ്ഡ് തരാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് ആക്കാനോ അവർ തയ്യാറായിട്ടില്ല, ഇൻകലിൻ്റെ ആൾക്കാർ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപയാണ് കുറഞ്ഞത്. 72,400 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 55 രൂപയാണ് കുറഞ്ഞത്. 9,050 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. 2 ആഴ്ചക്കിടെ 3,000-ലധികം രൂപ കുറഞ്ഞ ശേഷമാണ് മാസാദ്യം മുതൽ സ്വർണ്ണവില തിരിച്ചു കയറാൻ തുടങ്ങിയത്. ഏകദേശം 5 ദിവസത്തിനിടെ 1,500 രൂപ വർദ്ധിച്ച ശേഷമാണ് ഇടിവ്. ജൂൺ 13-ന് ഏപ്രിൽ 22-ലെ റെക്കോർഡ് സ്വർണ്ണവില ഭേദിച്ചിരുന്നു. ഏപ്രിൽ 22-ന് രേഖപ്പെടുത്തിയ 74,320 രൂപ എന്ന റെക്കോർഡ് ആണ് തിരുത്തിയത്. തൊട്ടടുത്ത ദിവസവും വില വർദ്ധിച്ച സ്വർണ്ണവില പുതിയ ഉയരം കുറിക്കുന്നതായാണ് കണ്ടത്. 75,000 കടന്നും കുതിക്കുമെന്ന സൂചനയ്ക്കിടെ പിന്നീടുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. തുടർന്ന് ഈ മാസം 1 മുതലാണ് വീണ്ടും വില ഉയരാൻ തുടങ്ങിയത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ ഒഴുകിയെത്തിയതാണ് സ്വർണ്ണവില ഇപ്പോഴും ഉയർന്നു നിൽക്കാൻ കാരണമെന്ന് വിപണി വിദഗ്ധർ പറയുന്നു. ഇന്ത്യയിലെ ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസികൾക്കായുള്ള നയമാർഗനിർദ്ദേശങ്ങളിൽ ഭേദഗതികൾ വരുത്താൻ വാർത്താവിനിമയ മന്ത്രാലയം ഒരുങ്ങുന്നു. ഡിജിറ്റൽ കാലഘട്ടത്തിൽ വന്ന വാർത്താ രീതികളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. ഡിജിറ്റൽ ഓൺ ഡിമാൻഡ് മീഡിയ ഉപയോഗത്തിലുണ്ടായ ഗണ്യമായ മുന്നേറ്റം കണക്കിലെടുത്ത് 2014-ലെ മാർഗനിർദ്ദേശങ്ങൾ പുതുക്കണം എന്നാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. രാജ്യത്തെ ടെലിവിഷൻ പ്രേക്ഷകരുടെ അളവ് കണക്കാക്കുന്നതിൽ കാലോചിതമായ മാറ്റം കൊണ്ടുവരണം എന്നാണ് മന്ത്രാലയത്തിന്റെ നിലപാട്. മാർക്ക് റേറ്റിംഗിൽ ഉൾപ്പെടെ പരിഷ്കാരം ഉണ്ടാകണമെന്നും ജൂലൈ 2-ന് പുറത്തിറങ്ങിയ നിർദ്ദിഷ്ട കരട് മാർഗനിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പുതിയ നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം 30 ദിവസത്തിനുള്ളിൽ അറിയിക്കാമെന്നും വാർത്താവിനിമയ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ടെലിവിഷൻ ചാനലുകൾ തമ്മിലുള്ള മത്സരങ്ങൾ ആരോഗ്യകരമാക്കുക, കൂടുതൽ കൃത്യവും നൂതനവുമായ ഡാറ്റ സൃഷ്ടിക്കുക, ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് സംവിധാനം രാജ്യത്തുടനീളമുള്ള കാഴ്ചക്കാരുടെ വൈവിധ്യമാർന്ന മാധ്യമ ഉപഭോഗശീലങ്ങളെ പ്രതിഫലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് പരിഷ്കാരങ്ങളിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ ടെലിവിഷൻ കാഴ്ചകളിൽ അടുത്തിടെ കാതലായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കേബിൾ, DTH പ്ലാറ്റ്ഫോമുകൾ വഴി മാത്രമല്ല, സ്മാർട്ട് ടിവികൾ, മൊബൈൽ ആപ്ലിക്കേഷനുകൾ, ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെയും പ്രേക്ഷകർക്ക് മുമ്പിൽ ഉള്ളടക്കങ്ങൾ എത്തുന്നു. ആധുനികമായ ഈ രീതികളിൽ നിന്നുള്ള വ്യൂവർഷിപ്പ്, TRP വിവരങ്ങൾ ശേഖരിക്കാൻ നിലവിൽ സംവിധാനങ്ങളില്ല. ഇവ കൂടി ഉൾപ്പെടുന്ന രീതിയിൽ ഇത്തരം കണക്കെടുപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് വാർത്താവിനിമയ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്ത് നിലവിൽ ഏകദേശം 230 ദശലക്ഷം ടെലിവിഷനുകൾ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കാണികളുടെ കണക്കുകൾ ശേഖരിക്കുന്നതിനായി ഏകദേശം 58,000 പീപ്പിൾ മീറ്ററുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് ആകെ ടെലിവിഷൻ കണക്കുകളുടെ 0.025% മാത്രമാണ്. പരിമിതമായ ഈ സാമ്പിൾ ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള കാഴ്ച രീതികളെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്നാണ് വിലയിരുത്തൽ. കണക്കുകളിലെ ഈ വിടവ് റേറ്റിംഗിലെ കൃത്യതയെ ബാധിച്ചേക്കാം. ഇത് പരസ്യതന്ത്രങ്ങളെയും പ്രേക്ഷകരെയും സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും മന്ത്രാലയം ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ആന്റി നർക്കോട്ടിക് സെൽ, IQAC, NSS സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണം നടത്തി. കോളേജ് സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റൂറൽ ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP PR ബിജോയ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. NSS വളണ്ടിയേഴ്സ് ലഹരി വിരുദ്ധ ഗാനം ആലപിച്ചു.
സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ആന്റി നർക്കോട്ടിക്സ് വീഡിയോ പ്രദർശനവും ഫ്ലാഷ് മോബും, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഫ്രീ ത്രോ ചലഞ്ച് കോമ്പറ്റീഷനും ലഹരി വിരുദ്ധ പരിപാടിയുടെ ഭാഗമായി നടന്നു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ, ഫിനാൻസ് ഓഫീസർ റവറൻ സിബിൻ വാഴപ്പള്ളി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് അധ്യക്ഷൻ ഡോക്ടർ പോൾ ചാക്കോ എന്നിവർ സംസാരിച്ചു. അതേസമയം ലഹരികൾ എല്ലാവരും കൈവരിക്കുക. മാനവരാശിയെ തകർക്കുന്ന മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പൗരനെന്ന നിലയിൽ ജീവിതവും സേവനവുമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും തൊഴിലിടങ്ങളിലും പകർത്തുന്നതോടൊപ്പം സഹപ്രവർത്തകരിലും മറ്റുള്ളവരും ഈ ആശയം പകർത്തുന്നതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യും. യാതൊരു ലഹരി വസ്തുക്കളും ഞാൻ ഉപയോഗിക്കില്ല എന്നത് എൻ്റെ കുടുംബത്തിലും പ്രവർത്തന മണ്ഡലങ്ങളിലും സമൂഹത്തിലും അത്തരത്തിലുള്ള പ്രവണതകൾ നിയമപരമായി കഴിയേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം ആണെന്ന് തിരിച്ചറിയുന്നത് ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുന്നതും ഞാൻ എല്ലാം പ്രതിജ്ഞ ചെയ്തു. ഇന്നലെ മലയാളിയായി മെക്സിക്കോ മുതൽ സ്കാൻഡിനേവിയൻ കൺട്രീസ് മുതൽ എല്ലാ ഏരിയയിൽ നിന്നുമുള്ള ഓൺലൈനായിട്ട് കച്ചവടം നടത്തുന്ന കേരള മലയാളികൾ കോടികളോളം ഓൺലൈൻ ബിസിനസ് നടത്തുന്ന ആളെ ഇന്നലെ ഇന്നലെ പത്രത്തിൽ നിങ്ങൾ വായിച്ചത് ഇന്നും പഠിപ്പിച്ചതിന് ബിജോയ്സിനോടൊക്കെയുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒത്തിരിയേറെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഡാർക്ക്നെസ്സിലൂടെ സഞ്ചരിക്കുന്നത് ധാരാളമാണ്. ഈ ഒരു ദിവസം ഈ ഒരു വേള കുറച്ച് സമയമെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ മേഖലകളെ നമ്മളൊന്ന് വിചിന്തനം ചെയ്യുക. കൊടുക്കാതിരിക്കുക, കൊണ്ടുവരാതിരിക്കുക, വ്യാപാരിയാകാതിരിക്കുക, വ്യാപാരത്തിലെ കണ്ണിയാകാതിരിക്കുക, ഉപയോഗിക്കാതിരിക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഒപ്പം തന്നെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നേരത്തെ കണ്ട സൈക്കോളജി സ്റ്റുഡൻസ് വിഭാവനം ചെയ്ത ആ ഡോക്യുമെന്റിലൂടെ പരസ്പരം അങ്ങോട്ടുമുള്ള ഇൻഫ്ലുവൻസ് പെട്ടുപോയിട്ടുള്ളവരെ നമുക്ക് റിഡീം ചെയ്യാൻ, അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു എംപതി അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൗൺസിലിംഗ് പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൗൺസിലിംഗ് നടത്തി തന്നെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്കും സാധിക്കും. ആ ഒരു അഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മളിവിടെ കൂടിയിരിക്കുക. ഔപചാരികമായി ചെയ്തത് തെറ്റാണ്. ഇത് ഇപ്പോഴും എനിക്കത് ഉത്തരം കിട്ടിയിട്ടില്ല. കാരണം
പലപ്പോഴും നമുക്കത് കണ്ട് ഞങ്ങളുടെ പോലീസ് ഓഫീസർ ഞങ്ങൾക്ക് ചില വഴികളുണ്ട്, അതിലൂടെ പോയി എന്താ പറയുക, എന്റെ കയ്യിൽ വാള് മാത്രമേ ഉള്ളൂ, ഇത് വെട്ടിയിടുക, ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അത് വെട്ടിയിടുക, നശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെയ്യാനുള്ളൂ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന ജില്ലാ വാഹന പ്രചരണ ജാഥ ചാലക്കുടിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ PM ഷമീർ, ജിജിൻ മത്തായി, K ബാലൻ, അസീസ് ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. കേറ്ററിംഗ് യൂണിറ്റുകളോടുള്ള സമീപനം മാറ്റം, പോസ്റ്റാക്കും FSSAയും ഒക്കെ ഒരു കോർഡിനേഷനും ഇല്ലാതെ പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ വിഷയങ്ങളെയൊക്കെയാണ് നാം സംസാരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അതിനുള്ള വേദിയാണ് അത്. നമ്മൾക്ക് സെക്രട്ടേറിയറ്റ് പടിക്കലല്ലാതെ മറ്റൊരു സ്ഥലമില്ല നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ. അപ്പം അതിനുവേണ്ടിയുള്ളൊരു സമരം, അല്ലൊരു സർക്കാർ വിരുദ്ധ സമരമൊന്നുമല്ല ഈ വിഷയം. നാം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, പിന്നെ അത് മറ്റൊരു കാര്യം, ഇവിടെ ഇരിക്കുന്ന കേറ്ററിംഗ് ഉപജീവനമാക്കി മാറ്റിയിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, അവർ മനസ്സിലാക്കേണ്ടത് ഈ സാധനത്തിനൊക്കെ വലിയ വില കൂടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന, നമ്മൾ ഫിനിഷ് പ്രൊഡക്റ്റായിട്ട് പുറത്തുവിടുന്ന നമ്മുടെ ഭക്ഷണ വസ്തുക്കൾക്ക് മതിയായ വില വാങ്ങാനുള്ള അവകാശം നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു ജനക്കൂട്ടത്തിലൂടെ ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമെന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് സമരം ചെയ്യുമ്പോൾ ആ ബോധം നിങ്ങൾക്കുണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഈ നേതൃത്വത്തെ ഈ സമരത്തിലേക്ക് നയിച്ചത്. ജൂലൈ 8-ാം തീയതി നടക്കുന്ന സംസ്ഥാന തലത്തിലുള്ള സെക്രട്ടേറിയറ്റ് ധർണയുടെ മുന്നോടിയായി കഴിഞ്ഞ ജൂൺ 30-ന് കുന്നംകുളത്ത് ആരംഭിച്ച പ്രതിഷേധ സമരജാഥയാണ് ഇന്ന് ജില്ലാതിർത്തിയായിട്ടുള്ള ചാലക്കുടിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഒരു വലിയ തൊഴിൽ മേഖലയാണ് കാറ്ററിംഗ്. നിരവധി കുടുംബങ്ങളുടെ ജീവിതമാണ്, അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗമാണ് കാറ്ററിംഗ് മേഖലയിലൂടെ നടക്കുന്നത്. കാറ്ററിംഗ് എന്നുള്ളത് കേവലം ഉപജീവനം എന്നതിനേക്കാൾ ഒരു വലിയ സേവന മേഖല കൂടിയിട്ടാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ സന്തോഷ അവസരങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ ആവശ്യ അവസരങ്ങളിലൊക്കെ അവരെ സഹായിക്കുകയും അവർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കാനും ഒക്കെയുള്ള നിരവധി നമ്മുടെ വിവിധ മേഖലകളിൽ സംഘടനകളുടെ അതുപോലെയൊക്കെയുള്ള ഒത്തുചേരലുകളിലൊക്കെ ഏറ്റവും വലിയ സേവനം നൽകുന്ന ഒരു സേവന മേഖല. ചക്രവാത ചുഴിയുടെ സ്വാധീനഫലമായി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തെക്കൻ ജാർഖണ്ഡിന് മുകളിലായാണ് ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സ്വാധീനഫലമായി ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ജാഗ്രതയുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ച എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്ററിൽ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. മുരിങ്ങൂർ സഞ്ജു നഗർ ലായംതോപ്പിൽ രാജൻ ഭാര്യ വത്സല നിര്യാതയായി. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ദേശീയപാത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളിവഞ്ചി സമരം സംഘടിപ്പിച്ചു. പത്ത് 12 ക്ലാസുകളിലെ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും ശനിയാഴ്ച ആദരിക്കും. പ്ലസ് ടു വിദ്യാലയമായിട്ട് ചാലക്കുടി മണ്ഡലത്തിലെ കുട്ടിക്കാട് സ്കൂൾ ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ അവലോകന യോഗത്തിനായി മുൻകൂട്ടി ബുക്ക് ചെയ്ത ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹാൾ പ്രസിഡന്റ് വിട്ടുകൊടുത്തില്ലെന്ന് ആക്ഷേപം. സീറോ മലബാർ സഭ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിന് മുന്നിൽ പ്രതിഷേധത്തിന് കാരണമുണ്ടാക്കിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മെത്രാപ്പോലീത്ത വികാരി മാർ ജോസഫ് പാംപ്ലാനിയും സ്വയം രാജിവെച്ച് വിശ്വാസി സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ആത്മായ ശബ്ദം വക്താക്കൾ. ഹൃദയാഘാതത്തെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന VK ശശിധരന്റെ കുറിപ്പ്. തുടർ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അമേരിക്കയിലേക്ക്. അങ്കമാലി ഇൻകൽ ടവറിൽ ഇരുചക്രവാഹനം തെന്നിമറിഞ്ഞു വീണ് പരിക്കേറ്റ ആൾ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് പരാതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.